ചില യൂറോപ്യൻ രാജ്യവും അമേരിക്കയും ഇറാനെതിരെ ശക്തമായ സാങ്ഷനുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ കാരണം റഷ്യ ഉക്രൈൻ വാറിൽ റഷ്യയ്ക്ക് വേണ്ടി 175 കിലോമീറ്റർ ദൂരമുള്ള ഷഹാബ് എന്ന് പറഞ്ഞൊരു മിസൈൽ സപ്ലൈ ചെയ്തതാണ്. കാരണം ഏകദേശം ഒരു ഷിപ്മെൻ്റാണ് റഷ്യയ്ക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. അത് റഷ്യ ഉപയോഗിക്കാൻ തുടങ്ങി. അത് പൂർണ്ണമായിട്ടും കൃത്യമായിട്ട് എവിഡൻസോട് കൂടിയാണ് ഈ സാങ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം തെളിവ് ഉൾപ്പെടെയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി പൂർണ്ണമായിട്ട് നിരാകരിച്ചിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, അവർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് തെളിവ് ഉൾപ്പെടെ ഷിപ്മെൻറ്റ് പോയതും ഇറക്കിയതും ഈ വെപ്പണിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കാം, അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഏത് രീതിയിലൊക്കെ സാങ്ഷനാണ് ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇറാനിയൻ ഫ്ലൈറ്റുകൾ അത് ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, ഇപ്പം 3 രാജ്യങ്ങളാണ് യൂറോപ്പിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ രാജ്യങ്ങളിലോട്ടുള്ള അവരുടെ സർവീസുകൾ കംപ്ലീറ്റ് ടെർമിനേറ്റ് ചെയ്തു. കാരണം ഈ രാജ്യങ്ങളിലോട്ട് ഈ ഫ്ലൈറ്റുകൾ ഇനിയും വരാൻ പാടില്ല. കാരണം ഫ്ലൈ ചെയ്യുന്നുണ്ട്, അത് പാടില്ല. അതേപോലെ തന്നെ ഈ രാജ്യങ്ങളുടെ മുകളിലൂടെ ഈ ഫ്ലൈറ്റുകൾ പറക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഈ ഫ്ലൈറ്റുകൾ, ഇവർ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റുകൾ ബോയിങ്ങിൻ്റെയും എയർബസിൻ്റെയാണ്. കഴിഞ്ഞ ഒബാമ ഭരണ സമയത്താണ് ഈ വളരെ നാൾ നീണ്ടു നിന്ന സാങ്ഷൻ മാറ്റുകയും, അതായത് ഇവർ നിരന്തരമായിട്ട് ആവശ്യപ്പെടുകയും അതിനുശേഷമാണ് എയർബസ് ആണെങ്കിലും ബോയിങ് ആണെങ്കിലും ഇവർക്ക് ഫ്ലൈറ്റുകൾ വിറ്റു. അപ്പം ഈ ഫ്ലൈറ്റുകളുടെ മെക്കാനിക്കൽ പാർട്സ്, അതായത് ടെക്നിക്കലാണെങ്കിലും അതിൻ്റെ സ്പെയർ പാർട്സും കൊടുക്കുകയില്ല. ആലോചിച്ച് നോക്കുക, ഇത് കൊടുത്തില്ല എങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫ്ലൈറ്റിനകത്ത് ഈ പറയുന്ന സ്പെയർ പാർട്സൊക്കെ മാറണം. ഇതിപ്പം ഒരു മാർക്കറ്റിൽ പോയിട്ട് അത് ഉണ്ടാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം ആ കമ്പനി തന്നെ ഉണ്ടാക്കുന്ന സ്പെയർ പാർട്സ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതും ഈ സാങ്ഷൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഫ്ലൈറ്റുകൾ പറക്കാൻ പാടില്ല, ഈ രാജ്യങ്ങളുടെ മുകളിലൂടെ പോകാൻ പാടില്ല. ഇതേ ഫ്ലൈറ്റുകൾക്ക് അവർ കൊടുക്കുന്ന സ്പെയർ പാർട്സുകൾ കംപ്ലീറ്റ് കൊടുക്കുന്നത് ഡിസ്മിസ് ചെയ്യും. അതേപോലെ തന്നെ ഈ രാജ്യങ്ങൾ അവരുടെ ഹ്യൂമനിറ്റേറിയൻ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് യുണൈറ്റഡ് നേഷൻ പറഞ്ഞതിൻ്റെ പേരിൽ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. ടെക്നോളജി എന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്ന നോർമൽ ടെക്നോളജിയാണ്. അതും മരവിപ്പിച്ചേക്കുകയാണ്. അതായത് നമ്മളിപ്പം ഇറാനിലോട്ട്, കാരണം ഇന്ത്യ ഇറാൻ നല്ല റിലേഷനാണ്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർക്ക് അറൈവൽ ഓൺ വിസയാണ് ഇപ്പോഴും. അപ്പോൾ പല ആൾക്കാരും പോകുന്നുണ്ട്. പോയിട്ട് വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ നേരത്തെ ഇതേപോലെ സാങ്ഷൻ ഉണ്ടായി 2-3 ഇറാനിയൻ ഫ്ലൈറ്റുകൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താഴെ അങ്ങ് പോയി. കാരണം അവർക്ക് സ്പെയർ പാർട്സ് കിട്ടുന്നില്ല. പഴയ സാധനമൊക്കെ വെച്ച് ഉപയോഗിച്ചിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയായിരുന്നു. അതിൻ്റെ പേരിലാണ് അമേരിക്ക സാങ്ഷൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇവർ ഏറ്റവും കൂടുതൽ എടുത്തത് ഈ സ്പെയർ പാർട്സുകളും അതേപോലെ തന്നെ ഈ ഫ്ലൈറ്റുകൾ മാറി. കാരണം ഓൾഡ് ഫ്ലൈറ്റ് അവരുടെ പ്രസിഡന്റ് തന്നെ ഫ്ലൈ ചെയ്ത ഫ്ലൈറ്റാണ് എയർക്രാഫ്റ്റ്, അതായത് ചോപ്പറാണ് അസർബൈജാനിൽ താഴ്ന്നു പോയത്. അവർ പറയുന്ന റീസൺ ഇത് പഴയതാണ്. അപ്പം ഇത് മുഴുവനും സാങ്ഷൻ ചെയ്യുമ്പോൾ, അതേപോലെ അമേരിക്കയും ഇതേപോലെയുള്ള സംഭവങ്ങൾ തേർഡ് പാർട്ടി ത്രൂ ഇറാന് കൊടുത്തിരുന്നു ഹ്യൂമനിറ്റി. കാരണം ജനങ്ങൾ ഇത് ട്രാവൽ ചെയ്യുന്നതാണ് അതിൻ്റെ പേരിൽ. അപ്പോൾ അതും അവർ സസ്പെൻഡ് ചെയ്തു. അപ്പം ഇങ്ങനെ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം, ഇങ്ങനെയുള്ള സാങ്ഷൻ വരുമ്പോൾ ഈ രാജ്യത്തെ ഫ്ലൈറ്റുകളിൽ പോകുന്നതിന് വളരെ സൂക്ഷിക്കണം. കാരണം ഇന്ന രാജ്യത്തിൻ്റെ മുകളിൽ കൂടെ പോകാൻ പറ്റില്ല. ഈ ഫ്ലൈറ്റൊക്കെ ഈ ഏവിയേഷൻ്റെ അകത്ത് ഇത് മുഴുവൻ അപ്ഡേഷനും അതേപോലെ ടെക്നിക്കലായിട്ട് ഇതിൻ്റെ സ്പെയർ പാർട്സുകളൊക്കെ ഇടയ്ക്ക് മാറിക്കൊടുക്കണം. അത് നോർമലായിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതാകുന്നു. അതേപോലെ തന്നെ ഈ ഏവിയേഷനുമായിട്ട് പറ്റിയ ടെക്നോളജി സസ്പെൻഡ് ചെയ്യുന്നു. ഇത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ പിടിച്ചങ്ങ് മാറ്റി. ഇതാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറയുന്നത്. റഷ്യ വാർ എന്ന് പറയുന്നത് ഉക്രൈനുമായിട്ട് ഇമോഷണൽ അടുപ്പമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അമേരിക്കയ്ക്കോ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് ഈ സാങ്ഷൻ കയറി ഇട്ടിരിക്കുന്നത്. ഇതോടുകൂടി ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത്, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനുമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കാരണം എല്ലാവരും പോവുകയും വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് മുഴുവൻ ഇപ്പം ഇല്ലാതാവുകയാണ്. ഇതാണ് പലപ്പോഴും ഞാൻ പറയുന്നത്, ഈ
ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങിയതല്ല പ്രശ്നം. പക്ഷേ ഓയിൽ ഇവിടുന്ന് മേടിച്ചത് പോളിഷ് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയ്ക്കും പ്രശ്നമായി. ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ ഇറാനുമായിട്ട് ഈ റഷ്യയ്ക്ക് നേരത്തെ ആയുധ സപ്ലൈ ചെയ്തിട്ട് ബന്ധപ്പെട്ട് 4ഓളം ഇന്ത്യൻ കമ്പനികളുടെയാണ് മുകളിലാണ് സാങ്ഷൻ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഡ്യുവലായിട്ടുള്ള സാധനം, അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, മോശം ഈ വെപ്പൺസിന് ഉപയോഗിക്കാം. ഡ്യുവൽ മെറ്റീരിയൽ എന്നതിന് പറയുന്നത് അത് ഇന്ത്യയിലെ പല കമ്പനികൾ ഇറാന് സപ്ലൈ ചെയ്തു. അതോടുകൂടിയാണ് പല കമ്പനികളും എടുത്ത് ശക്തമായ വാൺ ചെയ്തത്. അതിന് സാങ്ഷൻ ഇമ്പോസ് ചെയ്തു. വീണ്ടും താക്കീതും കൊടുത്തു അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും യൂറോപ്പ് ഷെങ്കൻ രാജ്യങ്ങളും. ഇനി ഇത് ചെയ്യുവാണെങ്കിൽ പല കമ്പനികളും എടുത്ത് അവർ ബ്ലോക്ക് ചെയ്യും, സാങ്ഷൻ ഇമ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് വല്ലാതെ ബാധിക്കും. ഇപ്പം ഞാനിത് പറയുന്ന കൺക്ലൂഷൻ പാർട്ട് എന്ന് പറയുന്നത്, ഇപ്പം ഇറാന് മേളിൽ പുതിയ ഗവൺമെൻറ്റാണ് ഇറാൻ സാങ്ഷൻ എന്ന് പറയുന്നത് ഇറാനെ ശരിക്കും വലിച്ചു കയറുന്ന രീതിയിലോട്ട് പോവുകയാണ്. അതായത് ലോകം മുഴുവനും റഷ്യയും പുടിനെ എതിർക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ മറക്കരുത്, റഷ്യ ചിലപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും വലിയ താക്കീത് കൊടുത്ത ചൈനയാണ്, ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. കാരണം ചൈനയ്ക്ക് ലോകത്തിൻ്റെ രീതി മനസ്സിലായി തുടങ്ങി. കാരണം റഷ്യക്കെതിരെയും പുടിനെതിരെയാണ് ലോകം മുഴുവനും. അപ്പോൾ അവരുടെ കൂടെ നിന്നില്ലേ അവനെ ഒറ്റപ്പെടുത്തും. ഇപ്പം ഇതിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ പലതും പറഞ്ഞത്. റഷ്യ ഉക്രൈൻ വാറിൽ ഇന്ത്യ ഈ റഷ്യയുടെ പുറകെ ഇനിയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ബന്ധവും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷെ അവനെ സഹായിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഇതേപോലുള്ള സാങ്ഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്.